ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറഞ്ഞു. ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പോയിന്റ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ദ കോർപ്പോറൽ വീൽ. ആൻ ഇൻകോർപ്പറേറ്റഡ് കമ്പനി ഹാസ് ഇറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റി. അതായത് കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് who in a way were the beneficial owners of the property of the body corporate. കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് മാത്രമല്ല, ബെനഫിഷ്യൽ ഓണേഴ്സിൻ്റെ അസോസിയേഷനും കൂടെയാണ്. എ കമ്പനി ബീയിങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ cannot act on its own. It can only act through natural persons. Lifting or piercing the corporal veil എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ to remove the barriers between the company and its members and hold the person who is accountable for the legal activity conducted under the identity of the company. Where the legal entity of a corporate body is misused for fraudulent and dishonest purpose, the individuals concerned will not be allowed to take shelter behind ദ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. അതായത് കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ഡിസ്ഹോണസ്റ്റോ ഫ്രോഡുലൻ്റോ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി ആയിരിക്കില്ല ലയബിൾ, ഇൻഡിവിജ്വൽ ഏത് വ്യക്തിയാണോ ചെയ്തത് ആ വ്യക്തി ആയിരിക്കും ലയബിലിറ്റി നേരിടേണ്ടി വരുന്നത്. ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ദ കോർപ്പോറൽ വെയിലിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കേസ് ലോസ് ഉണ്ട്. ഒരു കേസാണ് സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് രേണുസാഗർ പവർ കമ്പനി. ദ സുപ്രീം കോർട്ട് ഒബ്സർവ്ഡ് ദാറ്റ് the veil of corporate personality, even though not lifted sometimes, is becoming more and more transparent in modern company jurisprudence. ഈ പ്രിൻസിപ്പിളിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കേസ് ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എസ്കോട്ട്സ് ലിമിറ്റഡ് ഉണ്ട്. ബൽവന്ത് റായ് സലുജ വേഴ്സസ് എയർ ഇന്ത്യ ലിമിറ്റഡ് ആൻഡ് അതേഴ്സ്. ഈ കേസ് എല്ലാം ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇൻ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ദ കോർപ്പോറൽ വീൽ, ഇറ്റ് നോട്ട് ലുക്കിംഗ് അറ്റ് ദ കമ്പനി, ഇറ്റ് ഗോയിങ് ആഫ്റ്റർ ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഓർ മെമ്പേഴ്സ്. കമ്പനി ലോ ഇമ്പോസസ് പേഴ്സണൽ ലയബിലിറ്റി ഓൺ ദ ഡയറക്ടേഴ്സ് or members of a company in certain cases, notwithstanding the cardinal principles of separate personality and limited liability. In some cases, directors or members of a company is liable. Section 45 reduction of membership. Section 45 പറയുന്നത് there are two type of company, private company and public company. Public companyയിൽ 7 മെമ്പേഴ്സും പ്രൈവറ്റ് കമ്പനിയിലും 2 മെമ്പേഴ്സും അറ്റ്ലീസ്റ്റ് വേണം. If at any time the number of members of a company falls below the statutory minimum and the company carries on business for more than 6 months while the number is so reduced, every person who is a member of that company during the time the company so carried on business after those 6 months and is aware of the fact that shall be severally liable for the payment of company's debt contracted during that time. ഒരു കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി മിനിമത്തിനേക്കാളും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നിട്ടും ആ കമ്പനി 6 മാസത്തിൽ കൂടുതൽ പ്രവർത്തിച്ച് അതിലെ മെമ്പേഴ്സിനെല്ലാം അറിയാം ഈ എണ്ണം കുറവാണെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിൽ ആ സമയത്ത് വരുന്ന ഡെപ്റ്റിനെല്ലാം ആ പേഴ്സൺസ് അതായത് മെമ്പേഴ്സും ലയബിൾ ആയിരിക്കും. ഇൻ സച്ച് കേസസ് ദ പ്രിവിലേജ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് ഡിനൈഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് സെക്ഷൻ 45 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്ന കാര്യം. ഡയറക്ടേഴ്സും മെമ്പേഴ്സും ലയബിൾ ആവുന്ന നെക്സ്റ്റ് കേസാണ് സെക്ഷൻ 46 പറയുന്നത്. ഡയറക്ടേഴ്സ് എല്ലാം കൂടെ ഒരു സെയിൽ അഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു ഇൻ ദ നെയിം ഓഫ് എ പ്രൈവറ്റ് കമ്പനി. ദ കോൺട്രാക്ട് വുഡ് നോട്ട് ബി ഹെൽഡ് invalid or illegal in the absence of a resolution under section 48. ഈ കേസിൽ കമ്പനി ലയബിൾ ആവും, ഡയറക്ടേഴ്സ് ആരാണോ ഒപ്പുവെച്ചിട്ടുള്ളത് അവരും ഹെൽത്ത് ലയബിൾ. ഇത് സെക്ഷൻ 46നെയും 48നെയും റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ പറഞ്ഞ കാര്യത്തിനെ റിലേറ്റ് ചെയ്ത് വരുന്നൊരു കേസാണ് പഞ്ചരൻ ധർമ്മ വേഴ്സസ് മന്മഥനാഥ് മൈറ്റി. പേഴ്സണൽ ലയബിലിറ്റി വരുന്ന നെക്സ്റ്റ് ഒരു കേസാണ് മിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നെയിം. Where an officer of a company signs on behalf of the company any contract, bill of exchange, promissory note, check or an order for money goods, such person shall be personally liable to the holder if the name of the company is not fully or properly mentioned in the instrument. അതായത് കമ്പനിയിലെ ഒരു ഓഫീസർ
കമ്പനിയുടെ ബിഹാഫിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിലോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ പ്രോമിസറി നോട്ടിലോ ചെക്കിലോ അല്ലെങ്കിൽ ഓർഡർ ഫോർ മണി ഗുഡ്സിൻ്റെ ഇതിലോ ഒപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ച് പേഴ്സൺ ഷാൽ ബി പേഴ്സണലി ലയബിൾ. ഈ ലയബിലിറ്റി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഓഫീസർ കമ്പനിയുടെ പേര് ആ ഇൻസ്ട്രുമെൻറ്റിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തില്ലെങ്കിൽ ആ ലയബിലിറ്റി ആ ഓഫീസറിന് വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പേര് ഏത് ഇൻസ്ട്രുമെൻറ്റിലായാലും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പേഴ്സണൽ ലയബിലിറ്റി വരുന്ന മറ്റു കേസാണ് എ ഹോൾഡിംഗ് കമ്പനി ഹാസ് ടു ഡിസ്ക്ലോസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ദ അക്കൗണ്ട്സ് ഓഫ് ഇറ്റ്സ് സബ്സിഡറീസ്. In the eyes of law, a subsidiary company is a separate legal entity under certain circumstances. The court may not treat the subsidiary company as an independent entity in a particular situation. Fraudulent conduct of business, failure to return application money, civil liability for misrepresentation in prospectus, Ultra Vires Act, non-payment of tax. ഈ കേസിലെല്ലാം ഡയറക്ടേഴ്സോ മെമ്പേഴ്സോ പേഴ്സണലി ലയബിൾ ആവും. ഫ്രോഡുലൻറ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് സെക്ഷൻ 339, ഫെയിലിയർ ടു റിട്ടേൺ ആപ്ലിക്കേഷൻ മണി സെക്ഷൻ 39, സിവിൽ ലയബിലിറ്റി ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ ഇൻ പ്രോസ്പെക്ടസ് സെക്ഷൻ 35. ഇത്രയുമാണ് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഓർ മെമ്പേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് എക്സ്പെൻസസ് ആൻഡ് ഫോർമലിസം. ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനിയുടെ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ തന്നെ അറിയാം എത്ര പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുന്നതെന്ന്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് കമ്പനി ഈസ് നോട്ട് എ സിറ്റിസൺ. കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണെങ്കിൽ കൂടിയും അതൊരു സിറ്റിസൺ അല്ല. സോ ഒരു ഇന്ത്യൻ സിറ്റിസണിന് കിട്ടുന്ന ഒരു പ്രിവിലേജും കമ്പനിക്ക് കിട്ടുന്നില്ല. ദ റീസൺ ആസ് ടു വൈ എ കമ്പനി cannot be treated as a citizen is that citizenship is available to individuals or natural person only and not to juristic persons. Whether a corporation is a citizen, ഈ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്ത് വരുന്നൊരു കേസാണ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ. ദ കോർപ്പറേഷൻ വാസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ആൻഡ് ഓൾ ദ ഷെയർസ് were held by the President of India and two secretaries in their official capacities, and since all these three persons were citizens of India, the corporation should also be treated as a citizen. Rejecting the plea put forth by the petitioner, the Supreme Court refused to recognize the corporation as a citizen. The court observed that if all of the members are citizens of India, the company does not become a citizen of India any more than if all are married, the company would be a married person. ഈ ഒരു കേസിൽ പെറ്റീഷണേഴ്സ് കണ്ടന്റ് ചെയ്തെന്താണെന്ന് വെച്ചാൽ അതിലെ മെമ്പേഴ്സ് എല്ലാം സിറ്റിസൺ ആയതുകൊണ്ട് കമ്പനിയും സിറ്റിസൺ ആവും എന്നാണ്. കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സ് സിറ്റിസൺ ആവാം എന്നും പറഞ്ഞ് ഈ മെമ്പേഴ്സ് എല്ലാം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയും കല്യാണം കഴിഞ്ഞതുപോലെ ആവുമോ എന്നാണ്. സിൻസ് എ കമ്പനി ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ സിറ്റിസൺ, ഇറ്റ് കനോട്ട് ക്ലെയിം പ്രൊട്ടക്ഷൻ ഓഫ് സച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആസ് ആർ എക്സ്പ്രസ്ലി ഗ്യാരണ്ടീഡ് ടു സിറ്റിസൺസ് ഓൺലി, ബട്ട് ഇറ്റ് ക്യാൻ certain claim the protection of such fundamental rights are guaranteed to all persons whether citizens or not. ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന വേറെ കേസാണ് ടാറ്റ എഞ്ചിനീയറിംഗ് കമ്പനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. It was held that since the legal personality of a company is altogether different from that of its members and shareholders, it cannot claim protection of fundamental rights although all its members are Indian citizens. വേറൊരു കേസാണ് RC കൂപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത്രയുമാണ് ഇൻകോർപ്പറേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്.